സോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പോൾ ഞാനവിടെ റോഷൻ. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂഡേ പടത്തിൻ്റെ ഭാഗമായിട്ട് ലീക്സ് അപ്ഡേറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ദിനം പ്രതി ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് ലിസ്റ്റിലില്ലാത്തൊരു ഐറ്റം ഇപ്പോൾ ഒരു ലീക്കായിട്ട് പുറത്തോട്ട് വന്നിട്ടുണ്ട്. അതായത് നെക്സസ് പോയിന്റ് ന്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഇൻസൈഡറിൻ്റെ ഭാഗമായിട്ട് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂഡേനെ പറ്റിയിട്ട് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സംഭവം വേറെ ഒന്നുമല്ല, പടത്തിൽ സ്പൈഡർമാൻ ഒപ്പം തന്നെ ഹൾക്കും കാണുമെന്നാണ് പുള്ളി പറയുന്നത്. കാര്യം ഇത് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ചുമ്മാ വായ്ത്താൾ ഓടിക്കുന്നതല്ലാണ്ട് ഇതൊക്കെ നടക്കാൻ വല്ല ചാൻസ് ഉണ്ടോ എന്നൊക്കെ തോന്നുമെങ്കിലും സംഭവം അങ്ങ് തള്ളിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല, വേണമെങ്കിൽ നടക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ റൂമറിന് പിന്നിൽ എത്രമാത്രം ജെനുവിനിറ്റി ഉണ്ട്, ഇനിയിപ്പോൾ ഹൾക്ക് വന്നാൽ തന്നെ ഹൾക്കിനെ ഏതൊരു രീതിക്കൊക്കെ ആയിരിക്കും ഈ പടത്തിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യത്തെ പറ്റിയൊക്കെ ആയിരിക്കും ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇറ്റ്. ഹൾക്കിന്റെ മാർവലിലെ ഇപ്പോഴത്തെ അവസ്ഥയെ പറ്റിയിട്ട് ഹൾക്ക് ഫാൻസിനും മാർവൽ ഫാൻസിനും ഒന്നേ പറയാനുണ്ടാവുള്ളൂ, പച്ചവധം. പ്രൊഫസർ പാൽക്കുപ്പി മൂഡിലുള്ള ഈ ഒരു ഹൾക്കിനെ വെച്ചിട്ട് മാർവൽ എത്രമാത്രം ഓട്ടിക്കുന്നുള്ള കാര്യത്തിൽ സംശയം തന്നെയാണ്. എന്നാൽ കെവിൻ ഫീജി ഈ അടുത്തായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൾട്ടിവേഴ്സ് ആകെയിൽ ഞങ്ങളുടെ ഒരുപാട് പ്രൊജക്ട്സ് പാളിപ്പോയെന്നും ഒരുപാട് ക്യാരക്ടേഴ്സിനെ വേണ്ട വിധത്തിൽ ട്രീറ്റ് ചെയ്യാൻ സാധിച്ചില്ലെന്നുള്ള രീതിക്കൊക്കെ പുള്ളി തന്നെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു കുറ്റസമ്മതത്തിൽ പുള്ളി ഒളിഞ്ഞും തെളിഞ്ഞും പരാമർശിച്ചിട്ടുള്ളത് ഹൾക്കിനെയാണെന്നുള്ള ഒരു കാര്യം ഫാൻസിന്റെ ഇടയിൽ അന്നേ ഒരു റൂമറായിട്ട് കറങ്ങി തിരിഞ്ഞ് നടപ്പുണ്ടായിരുന്നു. വേൾഡ് വാർ ഹൾക്ക് പോലുള്ള ഞെരിപ്പൻ സ്റ്റോറീസ് കയ്യിലിരുന്നിട്ടാണ് ഹൾക്കിനെ വെച്ച് അവർ ഇപ്പോഴും ഈ പ്രൊഫസർ മോഡിൽ ഒട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ അതിനൊരു അവസാനം വേണമെന്നും ഹൾക്കിനെ ആ പഴയ സാവേജ് മോഡിലോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിക്കുള്ള ഫാൻസിന്റെ അഭിപ്രായങ്ങൾ കുറെ നാളായി മാർവലിൽ പൊന്തി തുടങ്ങിയിട്ട്. ഹൾക്കിനെ വെച്ചിട്ടുള്ള ഒരു സോളോ പടം എന്നൊരു ആഗ്രഹം കുറെ നാളായിട്ട് വന്നു തുടങ്ങിയെങ്കിലും അത് ഇന്ന് വരും നാളെ വരും എന്നുള്ള രീതിക്ക് തള്ളി പൊക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ഒരു പരിപാടി കുറച്ച് സീരിയസ് ആയിട്ട് മാർവലിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു റൂമർ പരിപാടികളും കുറച്ച് നാളായിട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഡൂംസ്ഡേ പടം ഡിലേ ആയ കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. സോ അതുകൊണ്ട് തന്നെ ഡൂംസ്ഡേയുടെയും സീക്രട്ട് വാർസിന്റെ ഇടയ്ക്കുള്ള സമയത്തിൽ ഒരു മാർവൽ പ്രൊജക്ട് വരാൻ സാധ്യതയുണ്ടെന്നും അതിനിപ്പോൾ അൺലിസ്റ്റഡ് പ്രൊജക്ട് എന്ന പേരിലാണ് മാർവൽ ലേബൽ ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു പ്രൊജക്ട് ഏതായിരിക്കും എന്നുള്ളൊരു ചൂട് പിടിച്ച ചർച്ച കുറെ നാളായിട്ട് മാർവൽ ഫാൻസിന്റെ ഇടയിലുണ്ട്. സോ അതിൽ പറഞ്ഞിരിക്കുന്ന പേരുകളിലൊന്ന് ഈ ഒരു ഹൾക്കിന്റെ സോളോ പടം തന്നെയാണ്. ഇനിയിപ്പോൾ അതൊരു ഹൾക്ക് പടം അല്ല എന്നാൽ കൂടി ഹൾക്കിനെ വെച്ച് മാർവലിന് എന്തോ കാര്യമായിട്ടുള്ള പ്ലാൻ ഉണ്ട്. അത് ഈ പ്രൊഫസർ ഹൾക്കിനെ വെച്ചിട്ടല്ല, സാവേജ് മോഡിലുള്ള ഒരു ഹൾക്കിനെ പ്രസന്റ് ചെയ്തുകൊണ്ട് തന്നെ. സോ അങ്ങനെ ഒരു പ്രൊജക്ട് എടുത്തോ പിടിച്ചോ എന്നുള്ള രീതിക്ക് ഇറക്കുന്നതിന് മുമ്പ് ഹൾക്കിനെ കുറച്ചുകൂടി ആൾക്കാരുടെ ഇടയിലിട്ടൊന്ന് ഇറക്കി കൊണ്ടുവരാനായിട്ട് ആ ഒരു ഇന്റൻസീവ് ഫിഗറിൽ കാണിക്കുവാൻ വേണ്ടിയിട്ട് സ്പൈഡർമാനിൽ ഹൾക്കിനെ കൊണ്ടുവരുന്നത് നല്ലൊരു തീരുമാനമായിരിക്കണം. മാർവലിന്റെ ഭാഗത്തുനിന്നായിട്ട് ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുള്ള സ്പൈഡർമാൻ പടങ്ങൾ നമ്മൾ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും, സ്പൈഡർമാനെ കൂടാതെ പുള്ളിയുടെ ഒരു മെന്റർ ഫിഗറിൽ വേറെ ഏതെങ്കിലും ഒരു മാർവലിലെ പ്രധാന ക്യാരക്ടർ, ഒരു അവഞ്ചർ ആ ഒരു പടത്തിൽ അപ്പിയർ ആയിട്ടുണ്ടാവും. ഹോം കമ്മിങ്ങിൽ അയൺമാൻ, ഫാർ ഫ്രം ഹോമിൽ നിക് ഫ്യൂരി, അതേ തുടർന്ന് നമ്മുടെ നോവേ ഹോം എടുത്തു കഴിഞ്ഞാൽ ഡോക്ടർ സ്ട്രേഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് മാർവലിലെ മറ്റൊരു അവഞ്ചർ, ഒരു പ്രധാനപ്പെട്ട അവഞ്ചർ ക്യാരക്ടറുമായിട്ട് സ്പൈഡർമാൻ എപ്പോഴും മിങ്കിൾ ചെയ്യുന്ന രീതിയിലായിരിക്കും ആ പടങ്ങൾ മൂന്നും ആ ഒരു ട്രിലോഗി തന്നെ കൊണ്ടുപോയിട്ടുണ്ടാവുക. എനിക്ക് തോന്നുന്നു ഇതിന്റെ പിന്നിൽ സോണിയാണെന്നാണ്. കാരണം സ്പൈഡർമാൻ്റെ റൈറ്റ്സ് കുറച്ചൊക്കെ സോണിയുടെ കയ്യിലുണ്ടല്ലോ. സോ സ്പൈഡർമാൻ അപ്പിയർ ആവുന്ന ഏതൊരു പടത്തിലായാലും ആ ഒരു പടത്തിൽ മറ്റൊരു മാർവൽ ക്യാരക്ടറും കൂടെ വേണമെന്നുള്ളൊരു ക്ലോസും പരിപാടികളൊക്കെ അവരും വെച്ചിട്ടുണ്ടായിരിക്കും. സോ ആ ഒരു രീതിക്ക് ചിന്തിക്കുവാനാണെങ്കിൽ സ്പൈഡർമാൻ്റെ ഒരു മെന്റർ ഫിഗർ ആയിട്ട് ഈ ഒരു ടൈമിൽ പ്രൊഫസർ ഹൾക്കിനെ ഇറക്കുന്നത് കറക്റ്റായിട്ട് ഷൂട്ട് ആവുന്നുണ്ട് അവിടെ. കാരണം സ്പൈഡർമാൻ ഇപ്പോൾ ടെക് റിലേറ്റഡ് ഷൂട്ടൊന്നുമില്ല, പുള്ളി തന്നെ തെച്ചുണ്ടാക്കിയ ഒരു ഷൂട്ടിലാണ് പുള്ളി കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സോ ഒരു അവസരത്തിൽ പുള്ളിക്കൊരു ടെക്നോളജിയുടെ സഹായമൊക്കെ വേണ്ടി വരുന്നതും നമ്മുടെ അയൺമാൻ്റെ തന്നെ ചിങ്കിടിയായിട്ടുള്ള അയൺമാൻ്റെ തന്നെ കൂട്ടാളിയായിട്ടുള്ള ബ്രൂസ് ബാനറിന്റെ അടുത്ത് പുള്ളി ഹെൽപ്പ് വെച്ച് വരുന്ന രീതിയിലൊക്കെ കഥ പോവാം. എന്തിലധികം പറയുന്നു, പീറ്റർ പാർക്കർ ഇപ്പോൾ പുള്ളിയുടെ എക്സിസ്റ്റൻസ് തന്നെ കൈവിട്ട് പോയിട്ട് ഇപ്പോൾ എല്ലാം ഒന്നേന്ന് തുടങ്ങുന്ന ഒരു അവസ്ഥയിലാണല്ലോ നിൽക്കുന്നത്. സോ പുള്ളി ഇപ്പോൾ വീണ്ടും ജോയിൻ ചെയ്യുന്ന കോളേജിൽ ഹൾക്ക് തന്നെ ഒരു പ്രൊഫസറായിട്ട് വരുന്ന രീതിയിൽ, പ്രൊഫസർ ഹൾക്ക് തന്നെ പഠിപ്പിക്കാൻ വരുന്ന രീതിയിലൊക്കെ കാണിച്ചാലും നൈസ് ആയിരിക്കും. പക്ഷേ ഇവിടെയൊക്കെയുള്ള ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നോവേ ഹോം എടുത്തു കഴിഞ്ഞാൽ അതിൽ സ്പൈഡർമാനും ഡോക്ടർ സ്ട്രേഞ്ച് തമ്മിലുള്ള ഒരു ബോണ്ട് അവസാനം വരെ പോകുന്നുണ്ട്. അത് അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ സ്ട്രേഞ്ചും സ്പൈഡർമാനും തമ്മിൽ ഇൻഫിനിറ്റി വാറിൽ തന്നെ കണ്ടുമുട്ടുന്ന രീതിയിലുള്ള ഒരുപാട് സീക്വൻസുകളുണ്ട്. കണ്ടുമുട്ടുന്ന എന്നതിൽ കവിഞ്ഞ് അവർ തമ്മിലുള്ള കോൺവെർസേഷൻ സീക്വൻസുകളും നല്ല രസമായിരുന്നു. അവർ തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ പരിപാടികളൊക്കെ. അതായത് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ട് കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ആയതിനു ശേഷമാണ് നോവേ ഹോമിൽ അവർ തമ്മിൽ കണ്ടുമുട്ടുന്ന ആ സീക്വൻസ് ഒക്കെ അത്രയധികം നല്ല രസമായിട്ട് വർക്കായത്. ബട്ട് ഇവിടേക്ക് വരികയാണെങ്കിൽ MCUവിൽ നമ്മുടെ ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാൻ ഇതുവരെ ബ്രൂസ് ബാനറിനെ മീറ്റ് ചെയ്യുകയോ സംസാരിക്കുകയോ ചെയ്യുന്ന രീതിയിലുള്ള സീക്വൻസുകളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല, അറ്റ്ലീസ്റ്റ് നമ്മളെ കാണിച്ചു തന്നിട്ടില്ല. സോ അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഹൾക്കിനെ പെട്ടെന്ന് നമ്മുടെ സ്പൈഡർമാൻ്റെ കൂടെ ഇറക്കി വിട്ടൊരു കോമ്പിനേഷൻ സീക്വൻസ് ഒക്കെ ബിൽഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എത്രമാത്രം കൃത്യമായിട്ട് വർക്കൗട്ട് ആവുന്നുള്ളത് അതിലെ റൈറ്റിങ്ങിനെ ആശ്രയിച്ചിരിക്കും. കിടിലായിട്ട് വരുവാണെങ്കിൽ ഓക്കെ. കോമിക്സിൽ നോവേ ഹോമിനെ ബേസ് ചെയ്തിട്ടുള്ള വൺ മോർ ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇവന്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടർ സ്ട്രേഞ്ചിന് പകരം അതിൽ മെഫിസ്റ്റോ ആണ് സ്പൈഡർമാനെ ഹെൽപ്പ് ചെയ്യുന്നത്. എല്ലാവരും പീറ്റർ പാർക്കറിന്റെ ഐഡന്റിറ്റി മറന്നു കളയാനായിട്ട്. അങ്ങനെ മെഫിസ്റ്റോ ഇട്ട സ്പെല്ലിന്റെ ബലത്തിൽ ലോകത്തുള്ള എല്ലാവരും പീറ്റർ പാർക്കറിനെ മറന്നു പോവുമെങ്കിലും നമ്മുടെ ഹൾക്കിന് അപ്പോഴും സ്പൈഡർമാൻ പീറ്റർ പാർക്കർ ആണെന്നുള്ള കാര്യം ഓർമ്മയുണ്ടാവും. ബ്രൂസ് ബാനർ മറന്നിട്ടുണ്ടാവും, ബട്ട് ഹൾക്കിന് ഓർമ്മയുണ്ടാവും. സോ ആ ഒരു അഡാപ്റ്റേഷൻ ആണ് ഈ ഒരു പടത്തിൽ കൊണ്ടുവരാൻ പോകുന്നതെങ്കിൽ അടിപൊളിയായിരിക്കും. കാരണം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും, പീറ്റർ പാർക്കറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ, പുള്ളിക്കൊന്ന് സംസാരിക്കാനോ മിണ്ടാനോ പറയാനോ ആരും ഇല്ലാത്തൊരു അവസ്ഥയിൽ പുള്ളി ആകെ കിടന്ന് വിമിഷ്ടം അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഒരാൾക്കെങ്കിലും തന്നെ പരിചയമുണ്ട്, അല്ലെങ്കിൽ താൻ ആരാണെന്ന് അറിയാവുന്നുള്ളൊരു രീതിക്കുള്ള ഒരു സംഭവമൊക്കെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ അടിപൊളിയായിരിക്കും. കൃത്യമായിട്ട് റൈറ്റിങ്ങിലൊക്കെ ആ ഒരു സീക്വൻസിനെ ബിൽഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അത്. ഓക്കെ, ഇനി ഇക്കാര്യം ഒന്ന് തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കി. ഇത്ര നേരം ഞാൻ പറഞ്ഞത് പ്രൊഫസർ ഹൾക്കിന്റെ കാര്യമാണ്. എന്നാൽ പ്രൊഫസർ ഹൾക്കിനെ വിട്ടുകൊണ്ട് സാവേജ് ഹൾക്കിനെ ഇതിൽ കാണിച്ചിരുന്നെങ്കിലും അതിന്റെ സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ ഒക്കത്തില്ല. കാരണം ഹൾക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിലോട്ട് വരുന്ന ഒരു ഫിഗർ ഉണ്ട്. ആ ഒരു ഫിഗറിനെ മാർവലിനെ അവിടെ ഇവിടെയും ആയിട്ട് ചെറുതായിട്ടൊന്ന് തൊട്ടും തലയോടെയും മാത്രമേ ഇതുവരെ വിട്ടിട്ടുള്ളൂ. എന്നാൽ എത്ര നാൾ ഈ ഒരു പാൽക്കുപ്പി മോഡിൽ ഹൾക്കിനെ കൊണ്ടുപോകാൻ പറ്റും? ഹൾക്കിനെ ആ ഒരു റേജ് മോഡിൽ കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇങ്ങനെ
കാത്തിരിക്കുന്നത്. സോ അതിൻ്റെ ഒരു ബ്രേക്കിംഗ് പോയിന്റ് ആയിട്ടും അവർക്ക് വേണമെങ്കിൽ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേനെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഞാൻ ഉദ്ദേശിക്കുന്ന വേറെ ഒന്നുമല്ല, ഈ ഒരു പടത്തിൽ തന്നെ സ്പൈഡർമാൻ വേഴ്സസ് ഹൾക്ക് എന്ന് പറഞ്ഞുള്ള ഒരു ഫൈറ്റും ചിലപ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റിയേക്കാം. സ്പൈഡർമാനും ഒരു അവഞ്ചർ, ഹൾക്കും ഒരു അവഞ്ചർ. സോ ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യകത എന്താണെന്ന് നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഹൾക്കിനെ വലിയൊരു വില്ലനാക്കി സ്പൈഡർമാൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന രീതിയിൽ കാണിക്കുമെന്നല്ല. അതായത് നമ്മുടെ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിനിൽ ഡെഡ്പൂളും വൂൾവറിനും ഫൈറ്റ് ചെയ്ത പോലെ സ്പൈഡർമാൻ നോ വേ ഹോമിൽ ഡോക്ടർ സ്ട്രേഞ്ചും സ്പൈഡർമാനും തമ്മിൽ ചെറിയൊരു ഫൈറ്റ് ഉണ്ടാവത്തില്ലേ. സോ അതുപോലെ ഒരു എന്താ പറയുക, ഒരു സൗഹൃദ ഫ്രണ്ട്ലി മാച്ച് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഫൈറ്റ് ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റിയേക്കാം. ഇത് ഞാൻ പറയാനുള്ള പ്രധാന കാരണവും സ്പൈഡർമാൻ ബ്രാൻഡിയുടെ പടത്തിൽ വരാൻ പോകുന്ന വില്ലന്മാരുടെ ഒരു റൂമേഡ് ലിസ്റ്റൊക്കെ എടുത്തപ്പോൾ അതിൽ മിസ്റ്റർ നെഗറ്റീവിൻ്റെ പേര് നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു മിസ്റ്റർ നെഗറ്റീവിൻ്റെ വേലകൾ എടുത്ത് നോക്കുവാനാണെങ്കിൽ പുള്ളിയുടെ ഏറ്റവും വലിയ കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ആ ഒരു ബാഡ് വേർഷൻ ഉണ്ടാവുമല്ലോ, നമ്മുടെയൊക്കെ ഒരു ഈവിൾ വേർഷൻ, അതിനെ പുറത്തോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു മെയിൻ ഏരിയ. സോ അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഹൾക്കിൻ്റെ മൈൻഡ് ഒന്ന് ഡിസ്റ്റർബ് ചെയ്തിട്ട് ഹൾക്കിനെ ആ ഒരു സാവേജ് മൂഡിലോട്ടൊക്കെ ആക്കുവാൻ, അതായത് ഇപ്പോൾ ഏജ് ഓഫ് അൾട്രോണിലും ഇതുപോലെ നമ്മുടെ വാണ്ട ഹൾക്കിനെ ഒന്ന് കൊതറി വിട്ടിട്ടുണ്ടാവുമല്ലോ. സോ അതിനുശേഷം അയൺമാനൊക്കെ വന്നിട്ടാണ് പുള്ളിയെ ഒന്ന് ശാന്തനാക്കുന്നത്. സോ ആ ഒരു മോഡിൽ ഹൾക്ക് വൈലന്റ് ആവുന്നതും അതിനുശേഷം സ്പൈഡർമാനുമായിട്ടുള്ള ഒരു ഫൈറ്റും രീതിയിലൊക്കെ ആ ഒരു സ്റ്റോറി ലൈൻ പോകാനായിട്ട് സാധ്യതയുണ്ട്. ബട്ട് അറ്റ് ലാസ്റ്റ് ഇതൊരു സ്പൈഡർമാൻ പടമാണ്. സോ ഹൾക്കിന് തന്നെ അവസാനം അടങ്ങിയേ പറ്റൂ. ഹൾക്കിന്റെ അവസ്ഥ പരിതാപകരം തന്നെ. ഏജ് ഓഫ് അൾട്രോൺ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ അയൺമാൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങി കാലചക്രം തിരിഞ്ഞ് ഇപ്പോൾ ഇങ്ങോട്ടെത്തിയപ്പോൾ ഇവിടെ അയൺമാൻ്റെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള സ്പൈഡർമാൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങാൻ പോകുന്നു. ബട്ട് ജോക്സ് അപ്പാർട്ട് ഇങ്ങനെ ഒരു സീക്വൻസ് അവർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ട് അടിപൊളിയായിട്ട് തന്നെ ഡെലിവർ ചെയ്യുമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം രണ്ടുപേരും സ്പൈഡർമാൻ ആയാലും ഹൾക്ക് ആയാലും അത്രയ്ക്കധികം ഫാൻ ബേസ് ഉള്ള രണ്ട് ക്യാരക്ടേഴ്സാണ്. സോ അങ്ങനെ കട്ട ഫാൻ ബേസ് ഉള്ള രണ്ട് ഐക്കോണിക് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഫൈറ്റ് സീക്വൻസ് എടുക്കുന്നതിൽ മാർവൽ കുറച്ച് അടിപൊളിയായിട്ട് തന്നെയാണ് എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഡെഡ്പൂൾ വേഴ്സസ് വോൾവറിൻ ഫൈറ്റ് ആണെങ്കിലും അതുപോലെ സ്പൈഡർമാൻ ഡോക്ടർ സ്ട്രേഞ്ച് ഫൈറ്റ് ആണെങ്കിലും ആൻഡ് ഇതിന് മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള ക്യാപ്റ്റൻ അമേരിക്ക വേഴ്സസ് അയൺമാൻ ഫൈറ്റ് ഒക്കെ ആണെങ്കിലും അത് അത്രയധികം അടിപൊളിയായിട്ടാണ് അവർ എടുത്തിട്ടുള്ളത്. പക്ഷേ അവസാനം ഇന്ന് ബ്രേവ് ന്യൂ വേൾഡിൽ കണ്ട കുരുവിമൻസൺ വേഴ്സസ് റെഡ് ഹൾക്ക് ഫൈറ്റിനെ കുറിച്ച് പ്രത്യേകിച്ച് ഞാനൊന്നും പറയുന്നില്ല. സോ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഒരു ഫൈറ്റ് ഈ ഒരു പടത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കിടിലായിട്ട് വർക്കൗട്ട് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു രണ്ട് ക്യാരക്ടേഴ്സിന്റെ ഫീച്ചേഴ്സ് നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. സ്പൈഡർമാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനെയും ഒരു കൂൾ മൈൻഡിൽ കാണുന്ന ഒരു ടീനേജ് വൈബ് ക്യാരക്ടറാണ്. പുള്ളിയുടെ ഫൈറ്റ് സീക്വൻസ് തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. പുള്ളി വായ അടക്കത്തേ ഇല്ല, അടിക്കുന്നതിനിടയിൽ ഇങ്ങനെ കൊണകൊണകൊണകൊണാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് സ്പൈഡർമാൻ. ഓപ്പോസിറ്റ് നിൽക്കുന്നത് നമ്മുടെ ഹൾക്കിന്റെ ക്യാരക്ടറാണെങ്കിലോ തൊട്ട ഇടി എന്നുള്ളൊരു രീതിക്ക് നടക്കുന്ന ഒരു ക്യാരക്ടർ. സോ ഈ രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഒരു ഫൈറ്റ് സീക്വൻസിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഫൺ എലമെന്റ്സ് നിങ്ങളൊന്ന് ആലോചിച്ച് കിടുമായിരിക്കും. രണ്ട് ക്യാരക്ടേഴ്സിനെയും അവരുടേതായിട്ടുള്ള ഒരു ഐക്കോണിക് ക്യാരക്ടറിസ്റ്റിക്സിലൊക്കെ നിർത്തിക്കൊണ്ട് തന്നെ ഈ ഒരു ഫൈറ്റ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു പടത്തിന്റെ മെയിൻ സെല്ലിംഗ് പോയിന്റ് ആയിട്ട് തന്നെ ഈ ഒരു സ്പൈഡർമാൻ വേഴ്സസ് ഹൾക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി മാറാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ ഹൾക്കിന്റെ ഒരു ക്യാമിയോ പരിപാടി ഒന്നുമല്ല, ഹൾക്കിന് ഒരു ഇമ്പോർട്ടന്റ് റോൾ തന്നെ ഈ ഒരു പടത്തിൽ പ്ലേ ചെയ്യാനുണ്ടെന്നുള്ള രീതിക്കാണ് റൂമറും പരിപാടികളൊക്കെ വരുന്നത്. സോ അതൊക്കെ വെച്ച് വായിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നാലും അത്ഭുതപ്പെടാനില്ല. ഇനിയിപ്പോൾ പടത്തിൽ വന്നാലും ഇല്ലെങ്കിലും ഹൾക്കിന്റെ ബേസിൽ ഒരു പടം വന്നാലും ഇല്ലെങ്കിലും ഹൾക്കിനെ വീണ്ടും ആ ഒരു ഫുൾ സാവേജ് മോഡിൽ കണ്ടിട്ടൊന്ന് ചാവണമെന്നൊരു ആഗ്രഹമുണ്ട്, നടത്തി തന്നാൽ മതിയായിരുന്നു. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ചാനലിൽ തന്നെ വേൾഡ് വാർ ഹൾക്ക് എന്ന പേരിൽ ഹൾക്കിന്റെ ഒരു കോമിക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി അതിന്റെ 2 പാർട്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മഴയും പരിപാടികളൊക്കെ കാരണം അതിന്റെ അടുത്ത പാർട്ട് കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. പക്ഷേ പേടിക്കേണ്ട, അധികമായി തന്നെ സാധനം വരുന്നതായിരിക്കും. സോ നിങ്ങളൊരു ഹൾക്ക് ഫാൻ ആണെങ്കിൽ കോമിക്സിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ 2 ചാപ്റ്റേഴ്സ് നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. ഒന്ന് ചെക്കൗട്ട് ചെയ്തൊക്കെ സെറ്റ് ആയിട്ടിരുന്നു. ചാപ്റ്റർ 3 ഇൻകമിങ്. അപ്പോൾ ബ്രാൻഡ് ന്യൂ ഡേനെ പറ്റിയിട്ടും അതിലെ ഹൾക്കിന്റെ എൻട്രിയെ പറ്റിയിട്ടും പറയാനുള്ളതും അറിയാനായിട്ട് സാധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എത്രമാത്രം ബ്രാൻഡ് ന്യൂ ഡേക്ക് വേണ്ടി വെയിറ്റിംഗ് ആണെന്നുള്ളൊരു കാര്യങ്ങളും അതിൽ ഹൾക്ക് വന്നാൽ നിങ്ങൾ അതിൽ എത്രമാത്രം എക്സൈറ്റഡ് ആണെന്നുള്ള കാര്യത്തെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് എന്തായാലും വീണ്ടും കാണാം.